ശ്രീമതി രാധാമണി, ഒരു നിവാസികളുടെ തുതിയൂർ നിവാസികളുടെ ദുരിത കാഴ്ചകളാണ് കേരള വിഷൻ ന്യൂസിലൂടെ ഇപ്പോൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. അവിടെ വഴി നടക്കാൻ അവർക്ക് യാതൊരു നിർവാഹവുമില്ല, ബസ് സർവീസ് ഇല്ല, കുടിക്കാൻ വെള്ളമില്ല. ഇത്തരത്തിലുള്ള ദുരിത കാഴ്ചകളൊക്കെ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? കുടിക്കാൻ വെള്ളമില്ലെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. അവിടെ പൈപ്പ് പൊളിച്ചിട്ട ശേഷം അവിടേക്ക് വെള്ളം എത്തുന്നില്ലെന്നാണ് പരാതി. തിരിച്ചു പോയത് കേട്ടാ. ഇന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു ലോഡ് വണ്ടി വെള്ളം വന്നിട്ട് ആർക്കും വേണ്ടാതെ തിരിച്ചു വിടുവായത്. ഹലോ, ഒരു ലോഡ് വെള്ളം അവിടേക്ക് എത്തിച്ചിരുന്നു? അല്ല, വെള്ളം ഇല്ലെന്ന് ഇന്നലെ രാത്രി പറഞ്ഞിട്ട് ഇന്ന് കൊണ്ടുവന്നപ്പോ എല്ലാവർക്കും ഇഷ്ടം പോലെ വെള്ളം ഇന്നലെ രാത്രി വരെയും കിട്ടി, വാട്ടർ കണക്ഷൻ. അപ്പൊ ഇന്ന് തിരിച്ചു കൊണ്ടുപോയി. അതെന്താണ് സംഭവിച്ചത് നമുക്ക് അവരോട് ചോദിക്കാം. പക്ഷേ ഈ വഴി പാലം പൊളിച്ചിട്ടിരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ, ആ കാര്യം നഗരസഭയുടെ ശ്രദ്ധയിലില്ലേ? ഇത്ര കാലമായിട്ട് ആ പാലം പുനർനിർമ്മിക്കാനുള്ള നടപടികളാകാത്തത് എന്തുകൊണ്ടാണ്? ഏതിന്റെ? അവിടെ ഒരു പാലം പൊളിച്ചിട്ടിരിക്കുന്ന പ്രശ്നമുണ്ടല്ലോ. നിങ്ങൾ അതിന്റെ അവിടെ അല്ലേ നിക്കണത്? അതെ അതെ അതെ, അവിടെ നമ്മുടെ പ്രതിനിധിയുണ്ട്. അവിടെ നടന്നു പോകാനുള്ള പാലം ഇട്ടിട്ടുണ്ടല്ലോ. അവിടേക്ക് ആവശ്യമായ അവർക്ക് ചുറ്റി വളഞ്ഞു പോകേണ്ട ബസ് സർവീസ് ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളാണ് അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. റൂട്ട് അല്ലല്ലോ അത്, ബസ് സർവീസ് പോണ സ്ഥലം അല്ലല്ലോ. അതിലെ ബസ് പോണ സ്ഥലമൊന്നും അല്ല അത്, ബസ് സർവീസും ഇല്ല അവിടെ. അവിടെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നാണ് ചെയർപേഴ്സൺ പറയുന്നത്. അതല്ല, നമ്മൾ അവിടെ ആ പാലത്തിന് എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ 2.5 മീറ്റർ വീതിയിലാണ് കലിങ്ക് വന്നത്. അപ്പോൾ പരിസരവാസികൾ പറഞ്ഞു റോഡിന്റെ അത്രയും വീതിയിൽ വേണം, 5 മീറ്റർ വീതിയിൽ വേണം എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ നടുക്കൊരു കെട്ട് വരണുണ്ട്. ആ കെട്ട് വന്നാൽ വെള്ളം ഭാവിയിൽ തടഞ്ഞു നിൽക്കും, എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ വരുമ്പോൾ അവിടെ തടയും എന്ന് പറഞ്ഞു. അപ്പോൾ അതില്ലാണ്ട് കുറച്ചും കൂടെ പൊക്കി നല്ല രീതിയിൽ പണിയണം എന്ന് പറഞ്ഞപ്പോൾ അതിന് 6 ലക്ഷം രൂപ കൂടെ കൂടുതൽ വരും. അപ്പം നമ്മുടെ ഡിവിഷൻ ഫണ്ടിൽ നിന്ന് ഇത്തവണത്തേന്ന് 6 ലക്ഷം കൂടെ വെച്ചിട്ട് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി. DPC അംഗീകാരം കിട്ടാണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. DPC ഈ വർഷം കൂടിയിട്ടില്ല. അതൊന്നും മുനിസിപ്പാലിറ്റിയുടെ കയ്യിൽ വന്നതല്ല, അത് DPC കൂടുന്ന ജില്ലാ പഞ്ചായത്തും കളക്ടറേറ്റുമാണ്. അങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നത്തിലാണ് ആ പണി വൈകുന്നത് എന്നാണ് നഗരസഭ വിശദീകരിക്കുന്നത്. അത് നമുക്ക് എപ്പോഴത്തേക്ക് പരിഹരിക്കാൻ കഴിയും? നമ്മളിപ്പോ തുടങ്ങും, വർക്ക് തുടങ്ങും, കൊടുത്തിട്ടുണ്ട്. എന്തോ ഈ മഴ കഴിയുന്നതോടുകൂടി നമുക്ക് പണി ആരംഭിക്കാൻ കഴിയും? മഴ കഴിയണല്ലേ, ഈ തിങ്കളാഴ്ച ഇപ്പം നാളെ അത് താഴത്തേക്ക് തോട് തെളിച്ച് ചെളിയും മാറ്റി കഴിഞ്ഞിട്ട് അത് ചെയ്യും. നാളെ കഴിഞ്ഞ് 2 ദിവസങ്ങളിൽ തുടങ്ങും. 2 ദിവസത്തിനുള്ളിൽ തന്നെ പണി തുടങ്ങും അല്ലേ? പണി തുടങ്ങും. തീർച്ചയായിട്ടും വളരെ നല്ല ഒരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ പ്രദേശവാസികളുടെ ദുരിതത്തിന് അങ്ങനെ ഒരു വെള്ളത്തിന്റെ ഒരു കാര്യം പറയട്ടെ. അതെ, കുടിവെള്ളത്തിന്റെ ഒന്ന് പറയൂ. വെള്ളം കൊടുക്കേണ്ടത് വാട്ടർ അതോറിറ്റിയാണ്. നമ്മൾ ഭീമമായ തുക അവർക്ക് അടയ്ക്കണുണ്ട്. ഇത് 4 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം വെള്ളം വന്നത്. ടാങ്ക് പണിത് എനിക്ക് തോന്നുന്നത് 88-90 കാലഘട്ടത്തിലെങ്ങാണ്ടാണ് ഇവിടെ ഒരു ടാങ്ക് പണിത്. അന്നുള്ള ജനസാന്ദ്രതയല്ല, അതിന്റെ 3 ഇരട്ടി ഇന്നുണ്ട്. ടാങ്ക് വലുതായിട്ടില്ല, ഫ്ലാറ്റും വില്ല എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ വെള്ളം എത്തണില്ല. ഇപ്പൊ ഇവിടെ 4 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം വെള്ളം കിട്ടുന്നത്. ഇവിടെ നിന്നല്ല, ഈ കിഴക്കൻ പ്രദേശങ്ങളിലെല്ലാം. അന്ന് എവിടെയെങ്കിലും അതിനിടയ്ക്ക് പൈപ്പ് പൊട്ടിപ്പോയാൽ ഇങ്ങോട്ടുള്ള കുടിവെള്ളം മുടങ്ങുവാണ്. ഇപ്പൊ കഴിഞ്ഞ ടൈമിലൂടെ വെള്ളം കിട്ടിയില്ല. ഇന്നലെ രാത്രി മുഴുവൻ ഇതിനെ വിളിച്ച് പറഞ്ഞ് ഇന്നലെ രാത്രി വരെയും വെള്ളം വിട്ടു. ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ നിൽക്കേണ്ടതാണ്. അതുകൊണ്ട് ഇന്ന് ഈ പ്രദേശത്ത് എല്ലാവർക്കും വീട്ടിൽ വെള്ളമുണ്ട്. ഞാൻ വെള്ളം കൊണ്ടുവന്നിട്ട് തിരിച്ചിപ്പോൾ പറഞ്ഞു വിട്ടു. അതെ, അപ്പോൾ അങ്ങനെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ വെള്ളം കിട്ടി, അത് ഇനിയും ശാശ്വതമായി തന്നെ തുടർച്ചയായി വെള്ളം ലഭിക്കാനുള്ള ഒരു സൗകര്യം വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുക്കാൻ കഴിയില്ലേ? അതിന് ഗവൺമെന്റ് തലത്തിൽ ടാങ്ക് നിർമ്മിക്കണം. ടാങ്ക് നിർമ്മിച്ച് വെള്ളം എത്തിയാലാണ് അതിനൊരു സംവിധാനം ആവുള്ളൂ. നമ്മളൊരു അമൃത് പദ്ധതി എന്നും പറഞ്ഞൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽപ്പെടുത്തി കളമശ്ശേരിയിൽ ഒരു ടാങ്ക് വെക്കാനുള്ള എസ്റ്റിമേറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ടെൻഡർ കഴിഞ്ഞിട്ടില്ല. അത് ഗവൺമെന്റ് തലത്തിലാണ്, നമ്മളല്ല. അമൃത് പദ്ധതി അതിന്റെ ഒരു എസ്റ്റിമേറ്റ് ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അതാണ് ഇപ്പോൾ ഒരു ശാശ്വത പരിഹാരത്തിനുള്ള മാർഗമായി നഗരസഭ കാണുന്നതല്ലേ? കാണുന്നതാണ്. അമൃത് 2 എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട്. ഒരു എത്ര കോടി രൂപയുടെ പ്രോജക്റ്റ് ആണത്? അത് 70 കോടിയാണെന്ന് പറഞ്ഞു. 70 കോടി. അതെ, അത്രയും വലിയൊരു പ്രോജക്റ്റാണ്. തീർച്ചയായിട്ടും അത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിട്ട് തന്നെയാണ് വിഭാവനം ചെയ്യുന്നത്. നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ചെയർപേഴ്സൺ ഇക്കാര്യത്തിൽ ഈ വാട്ടർ അതോറിറ്റിയുമായിട്ടുള്ള ഒരു നിരന്തരമായിട്ട് അവരെ ഒരുപക്ഷെ സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ അങ്ങനെ അവരെ നിരന്തരമായി തന്നെ നമുക്ക് ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം ഇന്നലെ ചെയ്തതുപോലെ തന്നെ നിരന്തരം കുടിവെള്ളം എത്തിക്കുന്ന ഒരു രീതിയിലേക്ക് മാറ്റാൻ കഴിയില്ലേ? കഴിയണം. നമ്മളിവിടുന്ന് ഇവരെ വിളിച്ചുകൊണ്ട് സമരമൊക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്.
അന്നേരമാണ് വെള്ളം വന്നത്. പക്ഷെ വാട്ടർ അതോറിറ്റി ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, വെള്ളം എത്തണില്ല. അവരോരോ സിസ്റ്റം വെച്ചിട്ടാണല്ലോ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിക്കണത്. ഒരു സ്ഥലത്തെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അന്ന് ആ പ്രദേശത്ത് കൊടുക്കാൻ പറ്റൂല. എന്നാൽ പിറ്റേ ദിവസം വരുമ്പോൾ അവിടെ കൊടുക്കാന്ന് വെച്ചാൽ അടുത്ത സ്ഥലത്ത് എത്തൂല. അങ്ങനെ വെള്ളത്തിന്റെ ഇതിൽ ഭയങ്കര വെള്ളം ഒന്നാമത് ഇല്ലല്ലോ, അതല്ലേ വലിയ പ്രശ്നം.